യൂറോപ്പിലേക്ക് കൂടി ഈ ഗസയ്ക്ക് നൽകാനുള്ള സഹായം തടഞ്ഞതിൽ പ്രതിഷേധം യൂറോപ്പിലേക്ക് കൂടി നടക്കുന്നുണ്ട് എന്നതാണ് സാഹചര്യം. പ്രത്യേകിച്ച് പരിസ്ഥിതി പ്രവർത്തകരെയും ഈ സന്നദ്ധ പ്രവർത്തകരെയും തടഞ്ഞ നടപടി വ്യാപകമായ പ്രതിഷേധങ്ങൾക്കും ഇടവയ്ക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഹമാസ് വഴങ്ങിയേക്കുമെന്ന സൂചനകൾ കൂടി വരുന്നത്. മോഹൻ വർഗീസ്, അന്താരാഷ്ട്ര വിദഗ്ധൻ, നയതന്ത്ര വിദഗ്ധൻ, നമുക്കൊപ്പം ചേരുന്നു. ശ്രീ മോഹൻ വർഗീസ്, ട്രംപ് അടക്കം 20-ലധികം വരുന്ന ചില നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നല്ലോ പ്രശ്നപരിഹാരത്തിന് വേണ്ടി. ഇതിൽ ഹമാസ് വഴങ്ങുമെന്ന സൂചന വരുന്നത് അവർ ബദൽ ചില നിർദ്ദേശങ്ങൾ കൂടി മുന്നോട്ട് വെക്കുമ്പോഴാണ്. ഇതിൽ ഈ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിലൊന്ന് ട്രംപ് ആഗ്രഹിക്കുന്നത് അവിടെ ഒരു താൽക്കാലിക സംവിധാനം, അതിൽ അമേരിക്കയ്ക്ക് ഒരു നിയന്ത്രണം ഉണ്ടാവണം എന്നതാണ്. പക്ഷേ അതിലേക്ക് ഹമാസ് എത്തിയിട്ടില്ലെന്ന് മനസ്സിലാക്കണം. എത്ര കണ്ട് ഈ ഹമാസ് അല്ലെങ്കിൽ അവിടെ നടക്കാൻ പോകുന്ന ഈ സമാധാന ശ്രമങ്ങളുടെ വിജയസാധ്യത നമുക്ക് വിലയിരുത്താം? വിജയസാധ്യതയെ വിലയിരുത്തുന്നത് പല ഘടകങ്ങളെ ആസ്പദമാക്കിയാണ്. ഒന്ന്, ഇവിടെ രണ്ട് കക്ഷികളാണുള്ളത്. ഒന്ന് ഇസ്രായേൽ, രണ്ട് ഹമാസ്. ഗാസയ്ക്ക് വേണ്ടി ഹമാസ് പൊരുതുന്നു, ഇസ്രായേലിന്റെ സുരക്ഷിത ഇസ്രായേൽ എന്ന രാജ്യം പൊരുതുന്നു. ഇസ്രായേലിനെ കോൺഫിഡൻസിലെടുക്കുകയും ഹമാസുമായി കാര്യമായ നേരിട്ടുള്ള ചർച്ച നടത്താതെ ഡൊണാൾഡ് ട്രംപ് കൊണ്ടുവന്ന 20 ഇന ഫോർമുല, ഇതിൽ പ്രധാനമായി നമ്മൾ നോക്കിക്കാണേണ്ടത് ഹമാസിന്റെ നിരായുധീകരണമാണ്. ഹമാസ് ആയുധം താഴെ വയ്ക്കണം, ഹമാസ് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകണം. ഇതൊരു വലിയ ചാലഞ്ചാണ്. ഒരിക്കൽ ഇത് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഹമാസ് ഇല്ല. ഒരുപക്ഷെ ഹമാസ് വിമുക്ത ഗസ എന്ന ഇസ്രായേലിന്റെ ആശയത്തെ പൂർണ്ണമായി എൻഡോഴ്സ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ബന്ദികളുടെ പൂർണ്ണമായ കൈമാറ്റം. ബന്ദികളുടെ കൈമാറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഹമാസിനെ പിടിച്ചു നിൽക്കാൻ, ഇസ്രായേലുമായി വിലപേശാൻ മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇവിടെ ഹമാസിനെ ഒഴിവാക്കുക എന്നത് അതൊരു പക്ഷേ ലോകരാജ്യങ്ങൾ അതോടൊപ്പം നിൽക്കും. അറബ് രാജ്യങ്ങളുടെയും 8 അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടെ നേരിട്ടുള്ള പിന്തുണയുടെ പേരിലാണ് ഡൊണാൾഡ് ട്രംപ് ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. പാകിസ്ഥാനും ടർക്കിയും സൗദി അറേബ്യയും ഈജിപ്തും ഖത്തറും ഉൾപ്പെടെയുള്ള 8 പ്രധാനപ്പെട്ട അറബ് ഇസ്ലാമിക രാജ്യങ്ങൾ, എല്ലാം അറബിയല്ല, ഇസ്ലാമിക രാജ്യങ്ങൾ ഉൾപ്പെടെ. അതുകൊണ്ട് ഒരു ഇസ്ലാമിക ലോകത്തൊരു കൺസെൻസസ് ഉണ്ട്. ഈ യുദ്ധം അവസാനിച്ചേ തീരൂ, അതിന് ഹമാസ് നിരായുധീകരിക്കപ്പെടണം, ഹമാസ് അവിടെ നിന്ന് ഒരു കാരണവശാലും റീആം ചെയ്യരുത്, ഭാവി അഡ്മിനിസ്ട്രേഷനിൽ ഹമാസിന് പങ്കാളിത്തം ഉണ്ടാകരുത് എന്ന കൃത്യമായ നിർദ്ദേശം. അതുകൊണ്ട് ഇനി റെസ്പോണ്ട് ചെയ്യേണ്ടത് ഹമാസിനെ കോൺഫിഡൻസിൽ എടുക്കാതെ നടത്തിയ ഒരു നീക്കം. ഇനി ഹമാസിന്റെ കൂടെ എൻഡോഴ്സ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നടപ്പാകൂ. കാരണം 72 മണിക്കൂർ അൾട്ടിമേറ്റമാണ് തന്നിരിക്കുന്നത്. ആ 72 മണിക്കൂറിൽ പകുതി സമയം ഓൾറെഡി കഴിഞ്ഞു. ഇനി കേവലം 40-45 മണിക്കൂറിനുള്ളിൽ യഥാർത്ഥത്തിൽ ഹമാസ് പൂർണ്ണമായി ആയുധം താഴെ വെച്ചില്ല എങ്കിൽ ഓൾ ഔട്ട് അറ്റാക്ക് അതിന് ഇസ്രായേലിന്റെ അവകാശമുണ്ട് എന്ന ഒരു ക്ലോസ് ആണ് ഏറ്റവും ആപൽക്കരമായ ക്ലോസ്. അത് സംഭവിക്കുകയാണ് എങ്കിൽ ദാറ്റ് ഇസ് ഗോയിങ് ടു ബി ആർമഗഡോൺ, ദാറ്റ് ഇസ് ഗോയിങ് ടു ബി കംപ്ലീറ്റ് എൻഡ് ടു ഗസ. അതിനുള്ള ഒരു ബിൽഡപ്പ് എന്ന നിലയിൽ നെറ്റ്സാരിം കോറിഡോർ, അതായത് വടക്ക് തെക്ക് ഗസയെ രണ്ടായി വിഭജിക്കുന്ന നെറ്റ്സാരിം കോറിഡോർ, ആ കോറിഡോർ പൂർണ്ണമായി ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലാണ്. അതിനർത്ഥം ഗാസ സിറ്റിയിൽ നിന്നും, പ്രധാനപ്പെട്ട കേന്ദ്രം ഗാസ സിറ്റി തന്നെയാണല്ലോ, ആകെയുള്ള 23 ലക്ഷം പേരിൽ ഏതാണ്ട് 10 ലക്ഷത്തിലധികം പേര് അധിവസിച്ചിരുന്ന ഗാസ സിറ്റി, ആ ഗാസ സിറ്റിയിൽ നിന്നും ഏതാണ്ട് 3-4 ലക്ഷം പേര് ഓൾറെഡി ഒഴിഞ്ഞു മാറി. ബാക്കിയുള്ള 6 ലക്ഷം പേരിൽ എല്ലാവരും തന്നെ അവിടെ വിട്ടുപോകണം എന്നാണ് ഇസ്രായേൽ പറയുന്നത്. തെക്കോട്ട് സഞ്ചരിക്കുകയാണെങ്കിൽ നെറ്റ്സാരിം കോറിഡോർ സമയത്ത് അവിടെ കടക്കാതെ പോകാനാവില്ല. ഇങ്ങനെ കടക്കുമ്പോൾ ഇസ്രായേൽ സൈന്യത്തിന്റെ നിയന്ത്രണം ഉണ്ടാകും. അങ്ങനെ ഒരുതരം ഫിൽറ്ററിംഗ് ഇഫക്റ്റ് ആണ്, ഒരുതരം അരിച്ചെടുക്കുന്ന രീതിയാണ്. അപ്പം എല്ലാവരെയും വെളിയിലോട്ട് കൊണ്ടുപോയി അവശേഷിക്കുന്ന ഗാസ സിറ്റിയിൽ അവശേഷിക്കുന്ന എല്ലാവരെയും ഹമാസിന്റെ പിന്തുണക്കാരായും ഭീകരരായും കണ്ടുകൊണ്ട് പൂർണ്ണമായി അത് പിടിച്ചെടുക്കാം, അവസാനിപ്പിക്കാം എന്നാണ് ഇസ്രായേലിന്റെ പ്ലാൻ. അതുകൊണ്ട് ടൈം ഈസ് റണ്ണിങ് ഷോർട്ട്. ഇതൊരു വലിയൊരു ഹുക്ക് തന്നെയാണ്. ഇതൊരു വലിയൊരു ഹമാസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രഹേളികയാണ്. ഇത് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുക? റെസ്പോണ്ട് ചെയ്തില്ല എങ്കിൽ ഒരുപക്ഷെ ഓൾ ഔട്ട് അറ്റാക്ക് വരും, ലോകരാജ്യങ്ങൾ സഹായത്തിന് എത്തില്ല എന്നൊരു പ്രതീതിയാണ്. അറബ് രാജ്യങ്ങൾക്ക് പോലും ഈ കരാർ പൂർണ്ണമായി ഉൾക്കൊള്ളുകയാണെങ്കിൽ ഹമാസിന്റെ സഹായത്തിന് എത്താനാവാത്ത ഒരു ഘട്ടം വന്നേക്കാം. ഇതിനിടയിലാണ് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ, പ്രത്യേകിച്ച് യൂറോപ്യൻ യൂണിയനിലെ പ്രധാനപ്പെട്ട പല രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ, അതിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ഗ്രേറ്റ ട്യൂൺബർഗ്, സ്വീഡിഷ് പാരിസ്ഥിതിക പ്രവർത്തക, മനുഷ്യാവകാശ പ്രവർത്തക ഉൾപ്പെടെയുള്ള ആളുകൾ 50ഓളം കപ്പലുകളിൽ ഗാസയുടെ നേരെ മെഡിറ്ററേനിയൻ കടലിലൂടെ കടന്നു വരുന്നതും അവരെ അറസ്റ്റ് ചെയ്യുന്നതുമായ ആ കപ്പലുകളെല്ലാം തന്നെ ഒന്നുകിൽ പിടിച്ചെടുക്കുകയോ വഴിതിരിച്ചു വിടുകയോ ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഇതൊരു വലിയൊരു സന്ദേശമാണ്. ലോകത്തിന്റെ മനസാക്ഷി ഗാസയുടെ ആളുകളോടൊപ്പം, കണ്ണീര് വീഴുന്ന ഗാസയുടെ ആളുകളോടൊപ്പം ഉണ്ട് എന്ന ഒരു സന്ദേശം നൽകാനായി ശ്രമിക്കുന്നു. മറുവശത്തെ
കൃത്യമായ 20 ചിലത് പറയുന്നത് 21 അല്ലെങ്കിൽ 20 പദ്ധതി അതുപോലെ നടപ്പാക്കുകയാണെങ്കിൽ നൗ ഓർ നെവർ എന്ന രീതിയിലാണ് പീസ് പ്രോസസിന്റെ പോക്ക്. അതുകൊണ്ട് ആകമാന ചിത്രം വരുന്നത് ഇസ്രയേലിനെ പതിവ് പോലെ ചേർത്ത് പിടിക്കുന്ന അമേരിക്ക. ഇസ്രായേൽ വലിയ കൺസെഷൻസ് നൽകുന്നു എന്ന പ്രതീതി ഉണ്ടാകാം. കാരണം ഗാസയിൽ നിന്ന് ഇസ്രായേലിന് ലഭിക്കാനുള്ളത് കേവലം 20 ബന്ദികളെ മാത്രമാണ് ജീവനോടെ. ജീവനില്ലാത്ത ഒരു പക്ഷേ ഏതാനും മൃതദേഹം ലഭിച്ചേക്കാം. അതിന് പകരമായി ഏതാണ്ട് 250ഓളം ജീവപര്യന്തം തടവുകാരെയും 1700ഓളം സാധാരണ തടവുകാരെയും ഇസ്രായേലിൽ വിടേണ്ടി വരും. ഗാസയിൽ നിന്നും ഇസ്രായേൽ പൂർണ്ണമായി പിൻവാങ്ങേണ്ടി വരും. ഘട്ടം ഘട്ടമായി ആ പിൻവാറ്റം പൂർത്തിയാക്കേണ്ടി വരും. ഇസ്രായേൽ നിയന്ത്രണം ഗാസയിൽ ഉണ്ടാവില്ല, മറിച്ച് ഒരു ഇന്റീരിയം അഡ്മിനിസ്ട്രേഷൻ, അതിൽ ഡൊണാൾഡ് ട്രംപ് ആയിരിക്കും ആത്യന്തികമായി അതിന്റെ ചുമതല എങ്കിലും അവിടെ ഒരു ഇന്റലക്ച്വൽസിന്റെയും ടെക്നീഷ്യൻസിന്റെയും ടെക്നോക്രാറ്റുകളുടെയും ഒരു സമിതിയായിരിക്കും ഒരുപക്ഷെ ഒരു സെമി മന്ത്രിസഭ എന്ന രൂപത്തിൽ ഗാസയിൽ താൽക്കാലികമായി ചുമതലയേറ്റിരിക്കുന്നത്. അതിനെ മോണിറ്റർ ചെയ്യാനായി ഈ പഴയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയർ ഉൾപ്പെടെയുള്ള വിദഗ്ധരുടെ സേവനമുണ്ടാകും. ആകമാന നിയന്ത്രണം അമേരിക്കയ്ക്കായിരിക്കും. അതിന് ഗൾഫ് അമേരിക്കൻ അല്ലെങ്കിൽ ഗൾഫ് അറബ് രാജ്യങ്ങളുടെ പൂർണ്ണ പിന്തുണയും ഉണ്ടാകും. ഈ രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. അങ്ങനെയെങ്കിൽ ഒരു കാര്യത്തിൽ വ്യക്തതയായിരിക്കുന്നു, ഹമാസ് വിമുക്ത ഗാസ എന്ന ഇസ്രയേലിന്റെ സ്വപ്നം പൂവണിയാൻ ഈ കരാർ ഒരു പക്ഷേ സഹായകരമാകും. അത് ഹമാസിന് എത്രത്തോളം സ്വീകാര്യമാണ്, പലസ്തീൻ ജനതയുടെ ഒരു താല്പര്യം എടുക്കാൻ നമുക്ക് കഴിയില്ല. കാരണം ഇതൊരു ഒപ്പീനിയൻ പോളൊന്നും എടുക്കുക ഒരു അന്തരീക്ഷത്തിലല്ല. പൊതുവെ ഒരു പക്ഷെ അവർ പലസ്തീനിയൻ ജനത, പ്രത്യേകിച്ച് ഗസയിലുള്ള 20-23 ലക്ഷം പേര് ഒരു ബ്രീതർ ആഗ്രഹിച്ചിരിക്കും. അവർ കടുത്ത ബുദ്ധിമുട്ടിലാണ്. 66,000 ചില്ലുവാനും പേരാണ് ഈ കഴിഞ്ഞ 2 വർഷത്തെ പോരാട്ടത്തിൽ മരണപ്പെട്ടത്. 2 ലക്ഷം പേര് പൂർണ്ണമായി അംഗഭംഗം വന്നു കഴിഞ്ഞു. ഏതാണ്ട് 95% ആളുകളും കംപ്ലീറ്റ്ലി ഡിസ്പ്ലേസ്ഡ് ആണ്. കെട്ടിടങ്ങൾ ഏതാണ്ട് പൂർണ്ണമായി നിലം പൊത്തി കഴിഞ്ഞു. അങ്ങനെയുള്ള ഗാസയിൽ എന്ത് നീക്കുപോക്കിനും ഒരുപക്ഷെ ഗാസയിലെ ജനങ്ങൾ അനുകൂലമായിരിക്കാം. പക്ഷെ ഇവിടെ പന്ത് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഹമാസിന്റെ കോർട്ടിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. യെസ് മോഹൻ, ഒരു കാര്യം കൂടി, ഈ അന്താരാഷ്ട്ര കൗൺസിലിനെ അംഗീകരിക്കില്ല എന്ന ഹമാസിൻ്റെ നീക്കം, അത് അവരൊരു പക്ഷേ പലസ്തീൻ നിയന്ത്രിത ഒരു സംവിധാനമാണല്ലോ ആഗ്രഹിക്കുക, അതാണല്ലോ മുന്നോട്ട് വെക്കുന്ന ഒരു നിബന്ധന. ഒരു പക്ഷേ ഈ ചർച്ചയിൽ ഇപ്പോൾ നൽകുന്ന പ്രതീക്ഷകളിൽ ഏറ്റവും വെല്ലുവിളി ഉണ്ടാക്കുക ആ നിലപാടായിരിക്കുമോ? കാരണം ഒരു അന്താരാഷ്ട്ര കൗൺസിലെ അംഗീകരിക്കില്ല എന്ന ഹമാസിൻ്റെ നീക്കം ഒരു തരത്തിലും ഇസ്രയേലോ അമേരിക്കയോ അംഗീകരിച്ചു കൊടുക്കാൻ ഇടയില്ലല്ലോ. ഈ അന്താരാഷ്ട്ര കൗൺസിൽ എന്ന് പറയുന്നതിന്റെ പ്രമുഖ കണ്ടിൻജന്റ് അറബി ഇസ്ലാമിക രാജ്യങ്ങൾ തന്നെയാണ്. അവരെ കൂടി അംഗീകരിക്കുന്നില്ല എങ്കിൽ ഹമാസിന് ഇപ്പോൾ ലഭിക്കുന്ന പിന്തുണ ഒരുപക്ഷെ നാളുകളിൽ ഉണ്ടായി എന്നിരിക്കില്ല. ആകെ ഹമാസിനെ പിന്തുണയ്ക്കാൻ സാധ്യത എക്കാലത്തും ഹമാസിനെ പിന്തുണച്ചിരുന്ന, ഹമാസിനെ നിലനിർത്തിയിരുന്ന ഇറാൻ മാത്രമാണ്. ഈ പീസ് ഡീലിൽ നോക്കൂ, ഇറാന് യാതൊരു പ്രാതിനിധ്യവും ഈ പീസ് ഡീലിൽ ഇല്ല എന്നുകൂടി പ്രത്യേകമായി ഓർക്കണം. ടർക്കിയെ കോൺഫിഡൻസ് എടുക്കുന്നു, പാകിസ്ഥാനെ പോലും കോൺഫിഡൻസ് എടുക്കുന്നു. അവിടെ നിന്നെല്ലാമുള്ള സമാധാന സേന അംഗങ്ങൾ ഒരുപക്ഷെ ഗാസയുടെ മണ്ണിൽ ദിവസങ്ങൾക്കുള്ളിൽ എത്തിയേക്കാം. പക്ഷെ അപ്പോഴും ഇറാനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ഫോർമുലയാണ്. ഇതിനകത്ത് പിന്നിൽ ഒരു വലിയ ഒരു ഐഡിയ ഉണ്ട്. കാരണം അറബി രാജ്യങ്ങൾ അത് ഏറ്റെടുക്കുന്നു എന്നൊരു പ്രതീതി വരികയാണ്. അറബി ലോകത്തിന് പുറത്തുള്ള ഇറാനെ മാറ്റി നിർത്തിക്കൊണ്ട് അറബികളുടെ സഹോദരന്മാരായ പലസ്തീനിയൻസ്, പ്രത്യേകിച്ച് ഗാസയിലെ ആളുകൾ പീഡനം അനുഭവിക്കുമ്പോൾ ഞങ്ങൾ ഇതാ നിങ്ങളുടെ രക്ഷയ്ക്ക് വന്നിരിക്കുന്നു, അതുപോലും നിങ്ങൾക്ക് വേണ്ട എങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ പാട്ടിന് പോകും എന്ന നിലയിൽ അറബി രാജ്യങ്ങൾ തീരുമാനമെടുക്കാൻ നിർബന്ധിതരാകുന്ന ഒരു രീതിയിലേക്കാണ് ഈ കരാർ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഹമാസ് ഇനിയും ശബ്ദിക്കേണ്ടതുണ്ട്. അതിന് ഖത്തറിന്റെ റോൾ വളരെ നിർണായകമാണ്. ഖത്തറാണ് ഹമാസുമായി നിരന്തരമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന, ഒരു പരിധിവരെ ഈജിപ്തും. അതുകൊണ്ട് ഖത്തറിലേക്ക് കൂടി കണ്ണുകൾ നീളുകയാണ്. ഖത്തർ എന്താണ് പറയാൻ പോകുന്നത്? അവസാന നിമിഷം പലസ്തീനിയൻ അതോറിറ്റിയുമായി എന്തെങ്കിലും നീക്കുപോക്കുണ്ടോ? ഇപ്പോൾ വെസ്റ്റ് ബാങ്കിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടുന്നില്ല. ഈ കരാറിൽ വെസ്റ്റ് ബാങ്ക് എന്നൊരു അക്ഷരം മിണ്ടുന്നില്ല. വെസ്റ്റ് ബാങ്കിലെ ഇസ്രായേലി കടന്നുകയറ്റങ്ങളോ അധിനിവേശമോ ഇതിനെക്കുറിച്ച് സംസാര വിഷയമാകുന്നില്ല. പലസ്തീനിയൻ അതോറിറ്റിക്ക് എന്ത് റോളാണ് വഹിക്കാനാവുക ഇക്കാര്യത്തിൽ എന്നതിനെ കുറിച്ചും മൗനം തന്നെയാണ്. ഒരുപക്ഷെ ഒരു വയാ മീഡിയ എന്ന നിലയിൽ ഒരു ഗ്രേറ്റർ പാലസ്തീനിയൻ അതോറിറ്റിയുടെ കൂടെ നിയന്ത്രണത്തിൽ ഈ പ്രദേശം വരുമോ? അതോ നേരത്തെ ട്രംപ് സൂചിപ്പിച്ചതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളുടെ ചില അംഗങ്ങളും അതുപോലെ ഒരു സമാധാന ടെക്നിക്കൽ ടീമും മാത്രം അടങ്ങുന്ന ഒരു കൺസോർഷ്യം ആയിരിക്കുമോ ഇടക്കാല ഒരു ഭരണത്തിൽ വരിക? ഒരു കാര്യം ഉറപ്പാണ്, ഹമാസിന് ഒരു രീതിയിലും ആയുധങ്ങൾ കൈവശം വെക്കാൻ ആവില്ല. ഈ കരാർ പൂർത്തിയാകുകയാണെങ്കിൽ ഹമാസിന് ഒരു രീതിയിലും ഭാവി അഡ്മിനിസ്ട്രേഷനിൽ ഒരു പങ്കാളിത്തവും ഉണ്ടാവില്ല. പിന്നീട് ഉള്ളത് ഹമാസിലെ അവശേഷിക്കുന്ന അംഗങ്ങളുടെ സുരക്ഷിതമായ ഒഴിഞ്ഞുപോക്കാണ്. അവർക്ക് ഈ കരാറിന്റെ ഒരു ഭാഗമാണ്
അവർക്ക് ഏതെങ്കിലും അറബ് രാജ്യം അഭയം കൊടുക്കാൻ തയ്യാറാണെങ്കിൽ, ഖത്തർ ഉൾപ്പെടെ ഏതെങ്കിലും രാജ്യം അഭയം കൊടുക്കാൻ തയ്യാറാണെങ്കിൽ സുഗമമായി അവർ കുഴിഞ്ഞു പോകാനുള്ള അന്തരീക്ഷം ഉണ്ടാവുകയും അവരെ ആക്രമിക്കാതിരിക്കുന്നതിന് ഇസ്രായേൽ സഹായിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പാച്ചപ്പ് ഫോർമുല കൂടി ഇതോടൊപ്പം വരുന്നുണ്ട്. ഇപ്പോഴും ഞാൻ പറയുന്നു, ഹമാസ് അംഗീകരിക്കാതെ ഈ യുദ്ധം അവസാനിക്കാൻ സാധ്യത വളരെ കുറവാണ്. ഈ ഹമാസിനെ തീവ്രവാദി ഗ്രൂപ്പാണെന്ന് വാദിക്കുന്ന ഒരു വിഭാഗവും, മറുവശത്ത് അവർ തീവ്രവാദി ഗ്രൂപ്പല്ല, സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന ഒരു സംഘടന എന്ന നിലപാടെടുക്കുന്നവരും മറുവശത്ത്, ഇങ്ങനെ ഒരു തർക്ക വിഷയം കൂടി ഇതിൻ്റെ അകത്ത് ഉയരുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കുക എന്ന ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഈ സുപ്രധാനമായ നീക്കത്തെ അത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു ബദൽ മധ്യസ്ഥ ശ്രമങ്ങൾ ആണോ ഇനി ഉണ്ടാവാൻ സാധ്യത? ഇതിനോട് എത്ര കണ്ട് അവർ വഴങ്ങാനുള്ള ഒരു സാധ്യത ഉണ്ട്? അവർ പൂർണ്ണമായും ഒരു സംഘടന എന്ന രീതിയിൽ ഇല്ലാതാവുന്ന ഒരു സാധ്യതയെ അതിനോട് വഴങ്ങിക്കൊടുക്കാനുള്ള സാധ്യത എത്രമാത്രമുണ്ട്? ഈ വൺ മാൻസ് ടെററിസ്റ്റ് ഈസ് അനദർ മാൻസ് ഫ്രീഡം ഫൈറ്റ്. ഹമാസിനെ കാണുന്ന ഒരു രീതിശാസ്ത്രമാണ്. ഒരു വിഭാഗം ആളുകൾ, പലസ്തീനിലെ ഒരു വിഭാഗം ആളുകൾ പറയുന്നു, ഞങ്ങൾ അറബി രാജ്യങ്ങളുടെ സഹായത്തോടു കൂടി ഒറ്റയ്ക്കും അല്ലാതെയും പല ആവർത്തി ശ്രമിച്ചു സ്വതന്ത്ര പരമാധികാര പലസ്തീന്. പക്ഷെ അതൊന്നും തന്നെ സാധ്യമായില്ല. പിന്നെ അവശേഷിക്കുന്ന വഴി ആയുധമെടുത്ത് പോരാടുക എന്ന വഴിയാണ്. ആ സായുധ റൂട്ട് തെരഞ്ഞെടുത്തത് ഹമാസ് ആണ്. പലസ്തീൻ അതോറിറ്റി, ഫത്ത പാർട്ടി വെസ്റ്റ് ബാങ്കിൽ ഏതാണ്ട് പൂർണ്ണമായി ഇസ്രായേലിനെ അംഗീകരിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ ജൂനിയർ പാർട്ട്നേഴ്സായി നിലനിൽക്കാൻ ശ്രമിക്കുമ്പോൾ അവർ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ്. പക്ഷേ ഇസ്രായേലിനെ തുറന്ന് എതിർത്തത് ഇറാന്റെ സഹായത്തോടു കൂടിയാണെങ്കിലും ഹമാസും ഹിസ്ബുള്ളയും ഒക്കെ തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഹമാസ് പിരിച്ചു വിട്ടു കഴിഞ്ഞാൽ വീണ്ടും ആരാണ് ആത്യന്തികമായി പലസ്തീൻ രാഷ്ട്രം സാധ്യമാക്കുക? ഇസ്രായേൽ തൽക്കാലത്തേക്ക് ലോകരാജ്യങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട്, അമേരിക്കയുടെ ഗുഡ്വിൽ ഉപയോഗിച്ചുകൊണ്ട്, ഇപ്പോൾ ചെറിയ രീതിയിൽ വഴങ്ങിക്കൊണ്ട് തൽക്കാലത്തേക്ക് വിട്ടുപോകുമായിരിക്കാം. പക്ഷെ ആത്യന്തികമായി തങ്ങൾക്ക് പലസ്തീൻ രാഷ്ട്രം സാധ്യമാകണമെങ്കിൽ ഒരു പോരാട്ടത്തിലൂടെയും ബലപ്രയോഗത്തിലൂടെയും മാത്രമേ അത് സാധിക്കൂ എന്ന് ചിന്തിക്കുന്ന പലസ്തീനിയൻ ആളുകളുണ്ട്. അറബ് രാജ്യത്തെ സാധാരണ ജനമുണ്ട്. ഗവൺമെന്റുകൾ മാറി ചിന്തിച്ചേക്കാം. പക്ഷെ സാധാരണ ജനം പലരും ചിന്തിക്കുന്നത് ഇസ്രായേൽ അങ്ങനെ ആത്യന്തികമായി ഒരു സ്വതന്ത്ര പരമാധികാര പലസ്തീൻ അനുവദിക്കില്ല. അങ്ങനെ തന്നെയാണ് ഇസ്രായേലിന്റെ ഇതുവരെയുള്ള പ്രഖ്യാപനങ്ങൾ. അങ്ങനെയെങ്കിൽ എന്തിന് ഇപ്പോൾ വിട്ടുവീഴ്ച ചെയ്യണം എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ നമ്പേഴ്സ് ഇവിടെ വളരെ പ്രധാനമാണ്. ഇവിടെ ആകെ ഹമാസിന് അവശേഷിക്കുന്നത് ഏതാനും ഫൈറ്റേഴ്സ് മാത്രമാണ്. ഒരുപക്ഷെ യുദ്ധം തുടങ്ങിയപ്പോൾ 25,000-ത്തിലധികം ഹമാസ് ഫൈറ്റേഴ്സ് ഉണ്ടായിരുന്നത് ഇന്ന് കേവലം 5,000-ഓ 10,000-ഓ അല്ലെ 10,000-ൽ താഴെയായി ചുരുങ്ങിയിട്ടുണ്ട്. ഏതാനും ന്യൂ റിക്രൂട്ട്മെന്റുകൾ ഉണ്ടായിരിക്കാം. പക്ഷെ അവർക്കൊന്നും തന്നെ ഇസ്രായേലിന്റെ ഈ മറോഡിംഗ് പവറിനെ റെസിസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു അന്തരീക്ഷമില്ല. അവർക്ക് പിടിച്ചു നിൽക്കാനാവില്ല ആത്യന്തികമായി. എന്നാൽ കീഴടങ്ങുക എന്നതാണോ, ഓണറബിളായി കീഴടങ്ങുക എന്നതാണോ, അതോ അവസാനം വരെ പിടിച്ചു നിൽക്കുക എന്നതാണോ? ഈ 3 ഓപ്ഷൻസ് വേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ നിമിഷങ്ങളിൽ. ഒരുപക്ഷെ ഇപ്പോൾ തന്നെ ഇസ്രായേൽ ആക്രമണം ഘടിപ്പിച്ചിരിക്കുന്നു. ഇനി ഒരു 40-45 മണിക്കൂറിനുള്ളിൽ അതിഭീകരമായ ഒരുപക്ഷെ പുഷ് ഉണ്ടാകാം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന്. അവിടെയും ഹമാസ് കീഴടങ്ങിയിട്ടില്ല എങ്കിൽ, ആയുധം താഴെ വെച്ചിട്ടില്ല എങ്കിൽ, ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി എന്ന് അമേരിക്ക പറയുന്നു. ബെഞ്ചമിൻ നെതന്യാഹു അടിവരയിട്ട് പറയുന്നു, ഞങ്ങൾക്ക് ഏതറ്റം വരെ പോകാനും ലോകരാജ്യങ്ങൾ ഇനി പിന്തുണ നൽകണം. ഞങ്ങൾ വഴങ്ങാൻ തയ്യാറായി. ട്രംപിന്റെ ഫോർമുല അംഗീകരിച്ചത് ഞങ്ങളാണ്. അതിനോട് പ്രോ ആക്റ്റീവായിട്ട് പ്രതികരിച്ചത് ഞങ്ങളാണ്. ലോകരാജ്യങ്ങളുടെ ഇടയിൽ ഏകദേശ ഒരു ധാരണയുണ്ട് എന്ന് ഇസ്രായേൽ പറയുന്നു. ഏകദേശ ധാരണ മാത്രമാണ്, അത് പൂർണ്ണമായ അംഗീകാരമല്ല. പക്ഷേ അതിന് ഹമാസ് വിരുദ്ധമായി നിന്നാൽ ഇനി ഹമാസിനെ ദൈവം തമ്പുരാന് പോലും രക്ഷിക്കാനാവില്ല എന്ന നിലയിലുള്ള ഒരു നിരീക്ഷണം പൊതുവെ ഉയരുന്നു. അതുകൊണ്ട് ഇപ്പോൾ എല്ലാ കണ്ണുകളും ഹമാസിലേക്കും, ഹമാസിനെ അവസാന നിമിഷം ഏതെങ്കിലും രീതിയിൽ ബെയിലൗട്ട് ചെയ്യാൻ മധ്യസ്ഥ ശ്രമം നടത്തുന്ന ഖത്തറിന് കഴിയുമോ എന്നതിലേക്കുമാണ് ചിന്ത.